എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്നക്ക് സിസ്റ്റേഴ്സാണല്ലോ, ബ്രദർ ഇല്ലാലോ, പിന്നെ ബ്രദർ എവിടുന്ന് വന്നു എന്ന് ചോദിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരോടായിട്ട് എൻ്റെ ബാപ്പയുടെ പെങ്ങളുടെ മകന് അപ്പം എന്തിയെ കാണിക്കാത്ത എന്ന് ചോദിക്കുമ്പോൾ അരുണേറിൽ കയറിയ പോരെ, ഓൻ്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് തന്നെ എല്ലാവരും തംബ്ലൈൻ ഇടാൻ എടുക്കുന്നതാണ്. അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യാത്ത. അപ്പം അവനൊരു സ്പെഷ്യൽ മുട്ടായി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കൊണ്ടുവന്നു. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് സംഭവം എനിക്ക് കൊണ്ടുവന്നതല്ല, പിള്ളേർക്ക് കൊണ്ടുവന്നതാണ്. അവർ വരുവോളും ഇത് നോക്കി നിൽക്കാനുള്ള ശേഷി എനിക്കില്ല. എന്നതാ ചാതരം എന്നറിയില്ല. ഇതാണിത്. എടാ നമ്മുടെ കടലക്ക മുട്ടായി തന്നെ. കടലക്ക മുട്ടായിൻ്റെ സ്മെല്ലൊക്കെ അതന്നെയാന്ന് തോന്നുന്നു. ഭയങ്കര സോഫ്റ്റാണ് ഗൈസ്. തിന്നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. കടല മുട്ടായിയാ. കടല നമ്മളെ കടല മുട്ടായി ഉണ്ടല്ലോ, സെയിം സാധനം, പക്ഷെ നല്ലൊരു ഫ്ലേവറും. നല്ല ഞാൻ കടിക്കുന്ന കണ്ടാലും അറിയാമല്ലോ സോഫ്റ്റാന്ന്. പക്ഷെ അടുത്ത വലിയ സോഫ്റ്റ് ആട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പൊതുവെ ഇത് കടലൊക്കെ പറ്റൂല, എന്നാലും പല്ലുവേദന ഗൈസ്, ദൈവം ശിക്ഷിച്ചു ഗൈസ്. പല്ലുവേദന ദൈവം ശിക്ഷിച്ച് പല്ലുവേദന. നന്നായി കുറച്ചൊരു വിവരം വേണം. പല്ലുവേദന സ്ഥലത്ത് വെച്ച് കടിക്കാൻ പാടില്ല. ഞാൻ എത്ര കാലേ അവരോട് പറഞ്ഞോക്ക്, എനിക്ക് ഈ ഭാഗത്താ പല്ലുവേദന, ഞാൻ ഈ ഭാഗത്ത് വെച്ചേ കടിക്കാറുള്ളൂ. എൻ്റെ ഇവിടെ ഞാൻ മിക്സർ കഴിച്ചതായിരുന്നു, ഒരു പല്ല് പൊട്ടിപ്പോയിക്കേ. അവിടത്തേക്ക് മധുരം കുത്തി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എൻ്റെ എനിമികൾ പറയുന്നുണ്ടാവും നന്നായിക്കുന്നു. സോറി, ഈ പാത്തല്ല, അപ്പം ഈ പാത്ത് പിടിച്ച്. പല്ലുവേദൻ്റെ ഗുളിക ഉണ്ടോ? അങ്ങനെയൊക്കെ പല്ലുവേദന ആവും മുട്ടായി തിന്നുമ്പോൾ? മുട്ടായി തിന്നുമ്പോൾ അങ്ങനെയൊക്കെ പല്ലുവേദന ആവും? അവരടക്കത്തിന് മുറുക്ക് തിന്നുക ഗൈസ്. ഇതിനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കൊണ്ടച്ച് ഞാൻ പറച്ചാളും. അപ്പം നമ്മുടെ സൂപ്പർ കടലക്ക മുട്ടായി അടിപൊളിയാണെന്നും സൂപ്പറാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ബൈ. ടാറ്റാ.